ഭർത്താവ് ഭാര്യയെ മർദ്ദിച്ചതായി പരാതി. മർദ്ദനമേറ്റ യുവതി ചങ്ങരകുളം സൺറൈസ് ഹോസ്പിറ്റലിൽ ചികിത്സ തേടി. ഭർത്താവിനെതിരെ ചങ്ങരകുളം പോലീസ് ഗാർഹിക പീഡനത്തിന് കേസെടുത്തു. കഴിഞ്ഞ ദിവസം വൈകിട്ട് 5 മണിയോടെയാണ് മാറഞ്ചേരി സ്വദേശിയായ റജുലയ്ക്ക് വളയംകുളത്തെ ഭർത്താവിന്റെ വീട്ടിൽ വെച്ച് മർദ്ദനമേറ്റത്. തന്റെ പോക്കറ്റിലുണ്ടായിരുന്ന പണം കാണാനില്ലെന്ന് ആരോപിച്ചാണ് ഭർത്താവായ കൊമ്പത്തേയിൽ മുഹമ്മദ് ഷെരീഫ് മർദ്ദിച്ചതെന്നാണ് റജുല പറയുന്നത്. ഇന്നലെ വൈകിട്ട് 5 to 5:30 സംഭവം. ഞാനൊന്ന് ഒരു ക്ലാസ്സിന് പോകുന്നുണ്ട്. ക്ലാസ്സിന് പോയി വന്നതിന് ശേഷം എൻ്റെ കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് പെട്ടെന്ന് അവിടെ നിൽക്കുന്ന സമയത്താണ് ഇയാൾ എൻ്റെ പോക്കറ്റിൽ നിന്ന് കാശ് കാണാനില്ല എന്നുള്ള മോനോടുള്ള സംസാരം കേട്ടിട്ട് ഞാൻ പുറത്ത് വന്നിട്ട് അതേപോലെ എന്നോടും ചോദിച്ചിട്ട് എന്നെ ഉപദ്രവിക്കാനുണ്ടായത്. പിന്നെ റൂമിലൊക്കെ കയറി എന്നെ വളരെ മോശമായ രീതിയിൽ അനാവശ്യം സംസാരിക്കുകയും ചെയ്ത് തല വെച്ച് ചുമമ ഇടിക്കുകയും കാലുമ്മലും കൈമ്മലൊക്കെ ഉപദ്രവിക്കുകയും അങ്ങനെ ഇപ്പോൾ കൈക്ക് ചെറുതായിട്ട് ഫ്രാക്ചർ ഉണ്ട്, നിലത്ത് വീണിട്ട് ചവിട്ടി കൂട്ടുകയൊക്കെ ചെയ്ത് ഞാൻ ക്ലാസ്സിന് കൊണ്ടുവന്ന ബാഗൊക്കെ വലിച്ചിട്ട് വല്ലാത്ത രീതിയിലാണ് എന്നെ ഉപദ്രവിക്കാനുണ്ടായത്. ആക്രമണത്തിൽ തല ഭിത്തിയിൽ ഇടിപ്പിച്ചതായും കൈപ്പത്തിക്ക് പൊട്ടലുള്ളതായും റജുല പറയുന്നു. മുൻപും പലതവണ ഭർത്താവ് തന്നെ മർദ്ദിക്കാറുണ്ടെന്നും മറ്റൊരു സ്ത്രീയുമായുള്ള ബന്ധം കണ്ടെത്തിയതിനെ തുടർന്നാണ് തന്നെ മർദ്ദിക്കാൻ ആരംഭിച്ചതെന്നും തനിക്കും മക്കൾക്കും ചിലവിന് പോലും തരാതെ പലതരം ദ്രോഹങ്ങൾ ചെയ്യാറുണ്ടെന്നും റജുല പറഞ്ഞു. അതിലിടക്ക് ഇയാൾക്ക് സ്ത്രീയുമായിട്ടുള്ള ഒരു ബന്ധം ഇത് ഒരുപാട് നാളത്തെ എനിക്ക് ഒരു തോന്നലായിരുന്നു. അതിൻ്റെ പേരിൽ സംശയം എന്നുള്ള ഇതിൽ എന്നെ മാനസിക രോഗിയാക്കിയിട്ടുണ്ട്. മെൻ്റൽ ഹോസ്പിറ്റലിൽ അടക്കം കൊണ്ടുപോയിട്ട് മെഡിസിനാണ്. പക്ഷേ മെഡിസിൻ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്കറിയാമായിരുന്നു ഇത് ഒരു സത്യമായിട്ടുള്ള കാര്യമാണ്. അതിനിപ്പോൾ വ്യക്തമായ തെളിവും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടി. ആ സ്ത്രീയായിട്ട് ഇയാൾ എല്ലാ റിലേഷൻ കാര്യങ്ങളും ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അതിനെക്കുറിച്ചും അത് ചോദ്യം ചെയ്തപ്പോഴാണ് ഇപ്പോൾ ഇയാൾക്ക് എന്നോടുള്ള വൈരാഗ്യം കൂടിയത്. ഇതേ ഒരു സെയിം അനുഭവം എനിക്കൊരു 5-8 മാസം മുൻപ് അന്ന് ചെറിയൊരു ഇഷ്യൂ അതുപോലെ പറമ്പിൽ നിന്ന് തേങ്ങ എടുത്തു എന്നുള്ളതിൻ്റെ പേരിലാണ് പെട്ടെന്ന് വന്നിട്ട് തന്നെ തലക്ക് വന്നിട്ട് അടിക്കാനുണ്ടായത്. അന്ന് ഇതുപോലെ നിലത്തിട്ട് വലിച്ച് ഇഴക്കി അങ്ങനെ സംഭവങ്ങളൊക്കെ ഇതിന് മുൻപ് ഉണ്ടായിട്ടുണ്ട്. പല രീതിയിലും പല മോശമായിട്ടുണ്ട്. വീട്ടിൽ ഒരു രീതിയിൽ നിൽക്കാൻ പറ്റാത്ത രീതിയിൽ ഫ്രിഡ്ജിൻ്റെ വയറ് മുറിച്ചിടുക, കിടക്കുന്ന റൂമിൽ ഫാനിൻ്റെ വയറ് കട്ട് ചെയ്യുക, വാഷിംഗ് മെഷീൻ ഉപയോഗശൂന്യമില്ലാതാക്കുക, മിക്സിയും ഒന്നും ഉപയോഗിക്കാം, മോട്ടർ ഒന്നും വെള്ളമടിക്കാൻ പറ്റാത്ത രീതിയിലാക്കുക. വല്ലാത്തൊരു ഇതിലാണ് ഇയാൾ എന്നെ ടോർച്ചർ ചെയ്തിരുന്നത്. ഒരു ജോലി കണ്ടെത്തുന്നതിനായി ഭർത്താവിന്റെ അനുമതി ഇല്ലാതെ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ്ങിന് പോയി തുടങ്ങിയതും ഷെരീഫിനെ ചൊടിപ്പിച്ചിരുന്നതായും റജുല പറയുന്നു. കുറച്ചായിട്ട് ഞങ്ങൾക്ക് ചെലവിനൊന്നും തരുന്നില്ല, ഒരു സാധനം വാങ്ങിക്കൊടുന്ന് തരില്ല, ചോദിച്ചാലും തരില്ല. അപ്പോൾ ഞങ്ങൾ തന്നെയാണ് ഞാൻ തന്നെയാണ് ചെലവും കാര്യങ്ങളും നടത്തുന്നത്. പുറത്ത് പോയി ജോലി ചെയ്യാനുള്ള സമ്മതമല്ല. പക്ഷേ എന്നിരുന്നാലും എനിക്ക് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ക്ലാസ്സിൽ പോയി തുടങ്ങിയിട്ടുണ്ട്. ഒരു ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മർദ്ദനത്തിൽ പരിക്കേറ്റ റജുലയെ മകനാണ് ആശുപത്രിയിൽ എത്തിച്ചത്. സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ റജുല ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് അംഗം കൂടിയായ മുഹമ്മദ് ഷെരീഫിനെതിരെ ചങ്ങരകുളം പോലീസിൽ പരാതി നൽകി. കുറെ കാലമായിട്ടുള്ളതാണ്. കാരണം എന്റെ പെങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 1-2 വർഷം കഴിഞ്ഞത്. അതിന്റെ ശേഷം മുതൽ ഒരുപാട് പ്രശ്നങ്ങൾ. ഇത് ഫസ്റ്റില് ഇപ്പോൾ മൂത്ത കുട്ടിക്ക് 21 വയസ്സായി. അവനക്ക് 2 വയസ്സുള്ളപ്പോൾ പോലും ഞങ്ങൾ ഒരിക്കൽ കുടുംബ കോടതിയിലും മറ്റ് കോടതിയിലൊക്കെ കേസ് കൊടുത്തതായിരുന്നു. അന്ന് എന്നിട്ട് ഇതേ പറഞ്ഞ പോലെ ഇനി മേലാൽ ഇന്ത്യൻ മാത്രം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒത്തുതീർന്നതാണ്. പിന്നെ ഓരോ സമയം ചെല്ലുന്തോറും ഇവള് വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പ്രായമാകുമ്പോഴെങ്കിലും കുട്ടികളുമായിട്ട് നല്ലപോലെ ജീവിക്കാൻ പറ്റുമല്ലോ എന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ ഇവളെല്ലാ പ്രശ്നങ്ങളും സഹിച്ചിട്ട് നടക്കുമായിരുന്നു. മാനസികമായിട്ടും ശാരീരികമായിട്ടും ഏതെല്ലാം രീതിയിൽ ദേഹോപദ്രവം എന്ന് വെച്ചാൽ ഇതിപ്പോൾ ആദ്യത്തെ അനുഭവം എന്നല്ല. പക്ഷെ ഇതിപ്പോൾ സഹിക്കാൻ പറ്റാതായി. കാരണം ഇപ്പോൾ അവന് ശരിക്ക് നിലത്തിട്ട് ചവിട്ടി കൂട്ടുകയാണ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായി? ഇവിടെ കയ്യിൻ്റെ ഇവിടെ ഒക്കെ ഭയങ്കര ചോര കലിച്ചിരിക്കുകയാണ്. ഡോക്ടർമാരൊക്കെ പറയുകയും ചെയ്തു ഇതൊരു വധശ്രമം. ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം ചങ്ങരംകുളം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. NCV ന്യൂസ് ചങ്ങരംകുളം.